പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം. നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മധ്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മധ്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെന്നും മധ്യരു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുകുമാരന്റെ രക്ഷാരഹസ്യങ്ങൾ ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന. പാപം മൂലം അങ്ങിൽ നിന്ന് അകന്നു പോയി ഞങ്ങൾ അനുതപിക്കുന്ന ഹൃദയത്തോടെ തിരുസന്നിധിയിൽ അണയുന്നു. എളിമയോടും ഹൃദയവിശുദ്ധിയോടും കൂടി പാപപരിഹാരത്തിന്റെയും കൃതജ്ഞതയുടെയും ഈ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ,
കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ, സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സ്തുതി പാടും അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ, നാഥൻ മഹിമ നിറഞ്ഞവനും ആരും സ്തുത്യനുമെന്നെന്നും അനവദ്യൻ മമ നാഥാനി മഹിമയ്ക്കണമേ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി എന്നേക്കും. ഞങ്ങൾ പാടുന്നു ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മഹോന്നതമാമുത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എന്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ പാടിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവ്, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം
എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 34 27 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക. നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ. മോശ 40 പകലും 40 രാവും കർത്താവിനോട് കൂടെ അവിടെ ചെലവഴിച്ചു. അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. ഉടമ്പടിയുടെ വചനങ്ങളായ 10 പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി. 2 സാക്ഷ്യഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ സീനായി മലയിൽ നിന്ന് താഴേക്ക് വന്നു. ദൈവവുമായി സംസാരിച്ചതിനാൽ തന്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല. അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രശോഭിക്കുന്നത് കണ്ടു. അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു. മോശ അവരെ വിളിച്ചു. അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു. മോശ അവരോട് സംസാരിച്ചു. അനന്തരം ജനം അടുത്തു ചെന്നു. സീനാൻ മലയിൽ വെച്ച് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കൽപ്പനയായി നൽകി. സംസാരിച്ചു തീർന്നപ്പോൾ മോശ ഒരു മൂടുപടം കൊണ്ട് മുഖമറച്ചു. അവൻ കർത്താവിനോട് സംസാരിക്കുവാൻ തിരുമുൻപിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല. അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു. ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു. മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു. കർത്താവിനോട് സംസാരിക്കുവാൻ അകത്ത് പ്രവേശിക്കുന്നതുവരെ മോശ മുഖം മറച്ചിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 4 17 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നവജീവിതം. കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥ ചിന്തയിൽ കഴിയുന്ന വിജാതീയരെ പോലെ ജീവിക്കരുത്. ഹൃദയ കാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ച അവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ചു. എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മുഴുകി. പക്ഷേ ഇതല്ല നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത്. നിങ്ങൾ യേശുവിനെക്കുറിച്ച് കേൾക്കുകയും സത്യം തന്നിലായിരിക്കുന്നത് പോലെ തന്നെ അവൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്നും രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവൻ. നിങ്ങൾ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ. യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നിങ്ങൾ ധരിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. കർത്താവരുളുന്ന വചനം ഇന്നു കേൾക്കാൻ മനം തുറക്കൂ. മനസാകും വയലേലകളിൽ നിന്നും കളകൾ പിഴുതുമാറ്റൂ. നല്ല നീലങ്ങളിൽ വീണൊരു വിത്തുപോൽ നിങ്ങൾ ഫലമേകിടൂ. വിളവിന്റെ നാഥന്റെ തിരു
അവതാരം ചെയ്തൊരു വചനം, തിരുവചനം. ജീവനും മാർഗവും സത്യവുമാകുന്ന വചനം, തിരുവചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 4:1 മുതലുള്ള തിരുവചനങ്ങൾ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവൻ വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ചു പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. മോശ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയ നിറഞ്ഞ സഹോദരങ്ങളെ, 50 നോമ്പിന്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണല്ലോ. ഇന്ന് പാതിരാത്രി മുതൽ നമ്മുടെ 50 നോമ്പ് ആരംഭിക്കുകയാണ്. ഈ 50 ദിവസങ്ങൾ എന്നുള്ളത് പരിത്യാഗത്തിന്റെയും നോമ്പിന്റെയൊക്കെ ദിനങ്ങളാക്കി, പ്രാർത്ഥനയുടെ ദിനങ്ങളാക്കി മാറ്റണം. അല്ലാതെ എല്ലാ ദിവസത്തെയും പോലെ നമുക്കത് കടന്നു പോകാനായിട്ട് ഇടയാകരുത്. എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് കുരിശിന്റെ വഴിയുടെ പാട്ട് കേട്ടിട്ടുള്ള 50 നോമ്പായി എന്ന ധാരണയല്ല, മറിച്ച് നമ്മൾ എടുക്കുന്ന ത്യാഗം, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, അതിലൊക്കെ ചെറിയൊരു മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ഈ 50 ദിനങ്ങളിൽ നമുക്ക് കഴിയണം. സാധിക്കുന്ന എല്ലാവരും ഈ വിശുദ്ധ കുർബാനയിലൊക്കെ എല്ലാ ദിവസവും പങ്കെടുത്തുകൊണ്ട് ആ ഒരു നന്മയിലായിരിക്കാനായിട്ട് പരിശ്രമിക്കുക. അതിന് ഒരുക്കമായിട്ട് ഈശോ തന്റെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെ കുറിച്ചാണ് പറയുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രലോഭനങ്ങൾ തന്നെയാണ് ഈശോ അഭിമുഖീകരിച്ചത്. വചനത്തിൽ കാണുന്നത് അങ്ങനെയാണ്. ഒന്നാമത്തെ പ്രലോഭനം എന്നുള്ളത് കല്ലുകളെ അപ്പമാക്കുക എന്നുള്ളതായിരുന്നു. മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രലോഭനം എന്താണ്? അവന്റെ ജീവിതത്തിലുണ്ടാകുന്ന ശരീരത്തിന്റെ ജഡത്തിൻ്റെതായ ഇഷ്ടങ്ങളാണ്. ജഡത്തിന്റെ ഇഷ്ടങ്ങളാണ് ഒരു മനുഷ്യന് ഒരിക്കലും അടങ്ങാനാവാത്ത പ്രലോഭനമായിട്ട് മാറുന്നത്. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മൾ ഏറ്റവും കൂടുതൽ വീണു പോകുന്ന പാപം എന്നുള്ളത് ജഡത്തിന്റെ പാപങ്ങളായിരിക്കും. നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ സംതൃപ്തിപ്പെടുത്താനായിട്ട് നമുക്കുണ്ടാവുന്ന പ്രലോഭനം. അതിലൊന്നാമത്തെയാണ് ഭക്ഷണം. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല, എത്ര കിട്ടിയാലും നമ്മൾ ഓക്കെ ആവില്ല. നമുക്കത് ഭക്ഷണം കുറേ വേണം. ഇസ്രായേലിന്റെ ജീവിതത്തില് അവർ ഒന്നാമതായി ദൈവത്തോട് മല്ലിടിച്ചത് അപ്പത്തിന്റെ പേരിലായിരുന്നു. അപ്പത്തിന്റെ പേരിലാണ് ദൈവവുമായിട്ട് എപ്പോഴും അവർ തർക്കമുണ്ടായത്. ഈജിപ്തിൽ നിന്ന് ഇസ്രായേല് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ദൈവത്തോട് മല്ലിടാനുള്ള ആദ്യ കാരണം അപ്പമാണ്. അവർക്ക് ആഗ്രഹിച്ച സമയത്ത് അപ്പം കിട്ടിയില്ല. ഞാനിടയ്ക്ക് പറയാറുണ്ട്, ഈജിപ്തിലെ ചട്ടികള് അത് വടിച്ചു തിന്നിരുന്ന ആ ഒരു സന്തോഷത്തെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷമായി കണ്ടിരുന്നത്. ആ സന്തോഷം കിട്ടാതായപ്പോൾ, തങ്ങളുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ നിർവഹിക്കാൻ കഴിയാതെ പോയപ്പോൾ അവർ ദൈവത്തോട് മറുതലിക്കുന്നു. അതേ ഇസ്രായേലിലെ മനുഷ്യനായ ഈശോ മിശിഹ
അപ്പം മാത്രമല്ല മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം, മറിച്ച് ദൈവവചനം കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ പുതിയ ഒരു സുവിശേഷം അറിയിക്കുകയാണ്. നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങൾ മാത്രമല്ല, മറിച്ച് അതിനുള്ളിൽ വസിക്കുന്ന ആത്മാവിന്റെ ഇഷ്ടമാണ് കൂടുതൽ പ്രധാനപ്പെട്ടതെന്ന ചിന്തയാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോ നമ്മോട് പറയുക. ആത്മാവിന്റെ ഇഷ്ടങ്ങളെ സംതൃപ്തമാക്കാനായിട്ട് ഈ 50 ദിനങ്ങൾ നമുക്ക് സാധിക്കണം. നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളെ സംതൃപ്തമാക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുന്നത്, നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ സംസാരത്തിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു, നമ്മുടെ സംസാരം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് പുറകെ പോയിട്ട് ചിലരെയെങ്കിലും നമ്മൾ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു, കളിയാക്കി സംസാരിക്കുന്നു, മോശമാക്കി സംസാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചയും നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടങ്ങളാണ്. തെറ്റായ കാഴ്ചകള്, മോശമായ കാഴ്ചകൾ നമ്മൾ കാണുന്നു. ശരീരത്തിന്റെ ഇഷ്ടമാണ്, നമുക്കറിയാം. നമ്മുടെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയും കാണരുത്. പക്ഷേ നമ്മുടെ ശരീരത്തിന്റെ ഇഷ്ടത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ഈ ആത്മാവിന്റെ സ്വരത്തെ നമ്മൾ കേൾക്കാതെ പോകുന്നു. അവിടെയാണ് നോമ്പിന്റെ ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിന്റെ അല്ല, മറിച്ച് ആത്മാവിന്റെ സ്വരം ശ്രവിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവവചനം കൊണ്ടാണ് ഒരു മനുഷ്യൻ സംതൃപ്തനാക്കപ്പെടുക. നമുക്കറിയാം, എത്ര ഭക്ഷണം കഴിച്ചാലും നമുക്ക് വിശപ്പ് മാറില്ല. പക്ഷെ ദൈവവചനം ഭക്ഷിക്കുന്നവന് സംതൃപ്തി, നിത്യമായ സംതൃപ്തി അവൻ പ്രദാനം ചെയ്യുമെന്നാണ് പറയുക. അപ്പോൾ ഈ 50 ദിനങ്ങളിൽ നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ടത്, പ്രലോഭനങ്ങളുടെ സമയത്ത് വചനത്തെ മുറുകെ പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കർത്താവ്, നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, അവന്റെ മൂന്നാമത്തെ പ്രലോഭനം വരുമ്പോഴും അവൻ പറയുന്നത് ദൈവവചനമാണ്. വചനം പറയുന്നു, അവൻ ദൈവവചനം പറഞ്ഞപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, മാലാഖമാർ വന്ന് അവനെ പരിചരിച്ചു. ദൈവവചനം പറഞ്ഞപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, മാലാഖമാർ വന്ന് പരിചരിച്ചു. ഈ ദൈവവചനം പറയാതെ നിൽക്കുന്ന സമയത്ത് ഒരിക്കലും പിശാച് വിട്ടുപോകില്ല. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് ഹവ്വായുടെ അടുത്ത് പിശാച് വന്നിട്ട് പിശാച് ഒരിക്കലും വിട്ടുപോയില്ല. കാരണം പിശാചിന്റെ അടുത്ത് സംസാരിച്ചു നിൽക്കുന്നവരുടെ കൂടെ പിശാച് ഉണ്ടാവും. പിശാചിന്റെ അടുത്ത് ദൈവവചനം പറഞ്ഞുകൊണ്ട്, ദൈവവചനം എന്ന വാള് കയ്യിലെടുത്തുകൊണ്ട് പിശാചിനെ നേരിട്ടാൽ പിശാച് അവിടെ നിൽക്കുകയില്ല എന്നാണ് വചനം പറയുക. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവവചനം ഈശോ ഉരുവിട്ടപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, മാലാഖമാർ വന്ന് അവനെ പരിചരിച്ചു. ഈ വചനത്തിന്റെ പ്രാധാന്യം ഈ 50 ദിനങ്ങളിൽ നമുക്ക് തീക്ഷ്ണതയോടെ സ്വീകരിക്കാനായിട്ട് പരിശ്രമിക്കാം. ഒന്നാമത്തെ പ്രലോഭനം ജഡത്തിന്റെ പ്രലോഭനമാണ്. ജഡത്തിൽ നിന്ന് ആത്മാവിലേക്കുള്ള യാത്രയാകട്ടെ ഈ 50 ദിനങ്ങൾ എന്ന് ആശംസിക്കുന്നു. രണ്ടാമത് യുക്തിയില്ലാത്ത ചിന്തകളാണ്. എന്താണ് ഈശോയ്ക്കുണ്ടായ രണ്ടാമത്തെ പ്രലോഭനം? ദേവാലയ ഗോപുരത്തിൽ നിന്ന് എടുത്തു ചാടുക എന്നുള്ളതാണ്. വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാന സ്ഥലമായി നിൽക്കുന്ന ദേവാലയത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ ദേവാലയത്തിന്റെ മുകളിൽ നിന്ന് ചാടാൻ പറയുകയാണ്. ഇതിലെ ഉള്ള ഒരു കാര്യം, പലപ്പോഴും നമ്മുടെ ജീവിതത്തില് വിശ്വാസത്തിന്റെ പ്രധാന ഇടങ്ങളിലാണ് ദൈവവിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തുക. വിശ്വാസത്തിന്റെ പ്രധാന ഇടങ്ങളിലാണ് ദൈവവിശ്വാസം നമ്മൾ നഷ്ടപ്പെടുത്തുക. യഥാർത്ഥമായ കളങ്കമില്ലാത്ത ദൈവവിശ്വാസം എന്നുള്ളത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസമാണ്. ആ ദൈവത്തിന് അപ്പുറത്ത് മറ്റൊന്നുമില്ല. പക്ഷെ ചില സമയങ്ങളിലും ദേവാലയത്തിൽ വന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാതെ യുദാസ്ലീഹായോട് പ്രാർത്ഥിച്ച് നമ്മൾ പോകും. അവിടെയാണ് നമ്മുടെ പ്രത്യേകത. വിശ്വാസത്തിന്റെ ഇടങ്ങളിൽ വിശ്വാസം ഞങ്ങൾ നശിപ്പിക്കുന്ന ഇടങ്ങൾ ആയിട്ട് മാറുന്നു. യുക്തിയില്ലാത്ത വിശ്വാസം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്, ഈ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. മനുഷ്യനെ കൊന്നാൽ ദൈവം പ്രീതികരമാകുമെന്ന് പറയുന്ന ഒരു വിശ്വാസം നമ്മൾ വായിച്ചതാണ്. 3 പേരെ കൊന്നുകളഞ്ഞു. അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചില ധ്യാന കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ വിശ്വാസ സമൂഹങ്ങളിലൊക്കെ പറയുന്നുണ്ട്, പേപ്പർ അരച്ചു കഴിച്ചാൽ അത് സൗഖ്യമാകുമെന്ന് പറയുന്നു. പലപ്പോഴും വിശ്വാസത്തിന്റെ ഈറ്റില്ലം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ തന്നെ കൊണ്ടുചെന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു സംവിധാനം ഈ കാലഘട്ടത്തിൽ വരികയാണ്. കളങ്കമില്ലാത്ത വിശ്വാസത്തിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ യുക്തി ഉണ്ടാവണം. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം ഇപ്രകാരം എഴുതി, അദ്ദേഹത്തിന്റെ ചാക്രികയിലെ വിശ്വാസവും യുക്തിയും, ഇത് രണ്ടും വേണം. ഒരു പക്ഷിയുടെ 2 ചിറകുകളാണ് വിശ്വാസവും യുക്തിയും. യുക്തിയില്ലാത്ത വിശ്വാസം അന്ധവിശ്വാസമാണ്, അത് കളങ്കമാണ്.
നമ്മുടെ വിശ്വാസത്തിൽ യുക്തി ഉണ്ടാകണം. നമ്മുടെ ജീവിതം ഈ നോമ്പ് കാലഘട്ടത്തിൽ യുക്തിസഹജമായി ചിന്തിക്കുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ഈശോ മിശിഹ ആരാണെന്നുള്ള തിരിച്ചറിവ്, ബോധ്യം നേടുവാനും ഈ 50 ദിനങ്ങൾ നമുക്ക് സാധ്യമാകട്ടെ. അതാണ് രണ്ടാമത്തെ ചിന്ത. മൂന്നാമത്തെ ചിന്ത, ചില കണ്ടില്ലെന്ന് നടിക്കലുകളാണ് മനുഷ്യന്റെ പതനത്തിന്റെ ആദ്യ കാരണം. ചില കണ്ടില്ലെന്ന് നടിക്കല്. ഈശോയുടെ അടുത്ത് പിശാച് കൊടുക്കുന്ന മൂന്നാമത്തെ പ്രലോഭനം എന്താണ്? നീ ചുമ്മാ എന്റെ കാലിലൊന്ന് വീണാ മതി, ചുമ്മാ കാലിലൊന്ന് വീണാ മതി, വേറെ ഒന്നും ചെയ്യണ്ട, കാലിലൊന്ന് വീണാ മതി. നമ്മുടെ ജീവിതത്തില് നമുക്ക് വരുന്ന ചില തെറ്റുകൾ അല്ലെങ്കിൽ പ്രധാന കാരണം എന്നുള്ളത് ചില കണ്ടില്ലെന്ന് നടിക്കലാണ്. ഒരു പക്ഷേ നമ്മുടെ മകൻ ഒരു ദിവസം കുർബാനയ്ക്ക് വരാതിരുന്നു, നമ്മൾ എന്ത് ചെയ്യും? കണ്ടില്ലെന്ന് നടിക്കും. കുഴപ്പമില്ല, മഞ്ഞുള്ള ദിവസമല്ലേ, കിടന്നുറങ്ങിക്കോട്ടെ, പിറ്റേന്നും അവൻ കിടക്കും. ഒരു പക്ഷേ നമ്മുടെ മകൻ ഒന്ന് മദ്യപിച്ച് വന്നു, തക്കതായ ശിക്ഷ കൊടുത്ത് നമ്മൾ ശകാരിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസവും അവൻ കുടിച്ചു വരും, സൗകര്യം കിട്ടിയാൽ. ചില കണ്ടില്ലെന്ന് നടിക്കലാണ് മനുഷ്യ ജീവിതത്തിന്റെ പതനത്തിന് കാരണമെന്ന് ഈശോ പറയുന്നു. ഈശോ ഒരിക്കലും വെള്ളം ചേർക്കൽ നടത്തിയിട്ടില്ല. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഒരു നിമിഷമാണെങ്കിൽ പോലും അവൻ സഹിച്ചിട്ടില്ല. ദൂതൻ കൊടുത്ത അല്ലെങ്കിൽ പിശാച് കൊടുത്ത പ്രലോഭനം എന്നുള്ളത് കണ്ടില്ലെന്ന് നടിച്ചാൽ മതി, നീ ഒരു ദിവസം ഒരു നിമിഷം എന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ മതി. വചനം ഇപ്രകാരം പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. ക്രിസ്തുവിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു, ഒരു പ്രാവശ്യം ഞാൻ കുമ്പിട്ടാൽ എന്റെ ജീവിതത്തിന്റെ അവസാനം വരെ ഇവന്റെ അടിമയായി ഞാൻ ജീവിക്കേണ്ടി വരും എന്നുള്ള ധാരണ ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ തന്നെ പറയാറ്, ചിലവർക്ക് കയ്യില് കക്ഷത്തില് തല വെച്ച് കൊടുത്താൽ രക്ഷപ്പെടുക അസാധ്യമാണ്. ഇവിടെയാണ് മൂന്നാമത്തെ പ്രലോഭനം. വിശ്വാസദാർഢ്യത്തോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം. കണ്ടില്ലെന്ന് നടിക്കൽ നടത്തേണ്ട സമയമല്ല നോമ്പിന്റെ സമയം. കൃത്യമായ ചിട്ടയായ ജീവിതത്തോടെ എല്ലാ ദിവസവും വിശുദ്ധ കുടുംബ പ്രാർത്ഥന നടത്തുമെന്നുള്ള ചിട്ടയായ പ്രതിജ്ഞ, ദൃഢപ്രതിജ്ഞ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ദിവസമല്ലേ, കുഴപ്പമില്ല, നാളെ ചൊല്ലാം. ഒരു ദിവസമല്ല വിശുദ്ധ കുർബാനയ്ക്ക് മുടങ്ങിയുള്ളൂ, കുഴപ്പമില്ല, നാളെ മുടക്കാം. അതല്ല, ഒരു ദിവസം പോലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കില്ല, പരിശുദ്ധ കുർബാന സ്വീകരണം ഞാൻ മുടക്കില്ല, ജപമാല ഞാൻ മുടക്കില്ല എന്ന കൃത്യമായ ദൃഢമായ പ്രതിജ്ഞ എടുക്കുന്നവന് മാത്രമാണ് ആത്മീയ വളർച്ച ഉണ്ടാവുകയുള്ളൂ. ഈശോ നൽകിയ ബോധ്യം അതാണ്. ചില കണ്ടില്ലെന്ന് വെക്കലോ അല്ലെങ്കിൽ കാണാത്ത പോകുന്ന അവസ്ഥയോ അല്ല ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. കൃത്യതയുണ്ടാകണം ജീവിതത്തിൽ. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒന്നാമതായി, ജഡത്തിന്റെ ദുരാശകളേക്കാൾ ആത്മാവിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. യുക്തിയില്ലാത്ത വിശ്വാസമല്ല, യുക്തിസഹജമായ യുക്തിയുള്ള ഒരു വിശ്വാസം നേടിയെടുക്കുക. മൂന്നാമതായി, കണ്ടില്ലെന്ന് നടിക്കാനുള്ള ദിവസങ്ങളല്ല നോമ്പിന്റെ ദിവസം, ദൃഢപ്രതിജ്ഞകളുടെ ദിവസമാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷി ലഭിച്ച മിശിഹായെ, കർത്താവ് ദൈവമായി നിന്നെ ഏറ്റുപറയാൻ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. സകല നീതിയും പൂർത്തിയാക്കുവാൻ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച മിശിഹായെ, നിന്റെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യോർദാനിൽ നിന്ന് വെളിപ്പെടുത്തപ്പെട്ട പരിശുദ്ധ ത്രിത്വത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി യഥാർത്ഥമായ ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ സഭാമക്കളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ലോകത്തിന്റെ പ്രകാശമായ നിന്നിലൂടെ ലഭിച്ച വിശ്വാസത്തിൽ വളരുവാനും സൽപ്രവൃത്തികളാൽ നിന്നെ മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്കെല്ലാവർക്കും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ മിശിഹായ, ലോകപാപങ്ങളുടെ പരിഹാരമായ നിന്റെ സഹന ജീവിതത്തോട് യോജിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണത്തിനായി യജ്ഞിക്കുന്ന നിന്റെ സഭയെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ.
കുരിശുകൾ സന്തോഷത്തോടെ വഹിച്ചുകൊണ്ട് നിന്റെ ബലി ജീവിതം തുടരുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. യഥാർത്ഥമായ പ്രാർത്ഥനാ ചൈതന്യവും സഹോദര സ്നേഹവും ആത്മപരിത്യാഗവും പുലർത്തിക്കൊണ്ട് ഈ നോമ്പുകാലം ഫലദായകമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സ്ഥലത്തിന്റെ നാഥനായ ദൈവം തന്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവ് തന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെയും മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കാഴ്ചയേകാൻ അണയും നിതാ ഈ കൈക്കുമ്പിളി ഞങ്ങളേകും നിതാ ജീവിതം. ഈ സ്നേഹബലി കാഴ്ചയേകാൻ അണയും നിതാ ഈ കൈക്കുമ്പിളി ഞങ്ങളേകും നിതാ ജീവിതം. ഈ ദിവ്യബലിയിൽ ബലിവസ്തുവായി ഞങ്ങളും ചേരുന്നിതാ. ദൈവമേ നിൻ കൈകളിൽ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നിതാ. ആബാ പിതാവേ, അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് ജീവൻ. അങ്ങേ അഴുക്കായ തന്നെ ഞങ്ങൾ അർപ്പണം ചെയ്യുന്നു സർവ്വം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദേവമാതാവായ കന്യകാമറിയത്തിന്റെയും നീതിമാനായ മാർ യോസേപ്പിന്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തനുമുള്ള രാജാവിനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറകെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സൈനികവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസ്മാരും മേജർ ആർച്ച് ബിഷപ്പ്മാരും മെത്രാപൊലീത്തമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ
പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയാചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. വിശ്വാസ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരും മരിക്കുവിൻ. വിശ്വാസകൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എന്റെ സഹോദരരെ. കുർബാന എന്റെ ഈ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോ സഹോദരരുടെ വിശായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം നൽകുകയും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി വഹിക്കുകയും അടുത്ത വിളിച്ചപേക്ഷയും ചെയ്യാം. നിങ്ങൾ അതിൽ പുറത്തുനിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുകയും ഭയഭക്തിജനമായ രഹസ്യങ്ങൾക്ക് ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദിൻ സഹവാസമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. യാക്കോബിൻ നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ, രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പോ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ ധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു.
അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി ഈശോയെ മാത്രം നമ്മുടെ മനസ്സിൽ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസായുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാകുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്ത് പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ മാർ ഫ്രാൻസിസ് പാപ്പാക്കിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മെത്രാപ്പോലീത്താക്കിയും ഞങ്ങളുടെ തിരുപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് മെത്രാപ്പോലീത്താക്കിയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ പോളി മെത്രാനും പുരോഹിതന്മാർ, മുശംശാനമാർ, സമർപ്പിതരൽമായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, വൈദിക വിദ്യാർത്ഥികൾ, സന്യാസാർത്ഥികൾ, വിശുദ്ധ കത്തോലിക്ക തിരുസഭ മുഴുവന് വേണ്ടി കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന അങ്ങയുടെ ഈ ജനത്തിനും ഇവരുടെ വ്യക്തിപരമായ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ഞങ്ങളുടെ ഇടവക സമൂഹത്തിനും വിദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും വിവിധ രോഗങ്ങളാൽ ആശുപത്രികളിലും ഭവനങ്ങളിലുമായി ചികിത്സയിൽ കഴിയുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ നോമ്പിന്റെ 50 ദിനങ്ങൾ അനുഗ്രഹത്തിന്റെ ആത്മീയ വളർച്ചയുടെ ദിനങ്ങളാക്കി ഞങ്ങളുടെ ഇടവക സമൂഹത്തിലും ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലും മാറുന്നതിന് വേണ്ടിയും അയോഗ്യനും പാപിയുമായി എനിക്ക് വേണ്ടിയും കർത്താവേ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ഈ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ
എല്ലാവരും അറിയട്ടെ, ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക തിരുസഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവശ്യിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരുടെ ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹമായ രക്ഷാ പദ്ധതിയെ കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാഗ്രഹത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ദൈവമേ, അങ്ങയുടെ തിരുക്കല്ലരുടെ സദൃശ്യമർദ്ദ സിംഹാസനവുമായി പരിശുദ്ധ ബലിപീഠത്തെയും പാപമോചനങ്ങളായ തിരുശരീര രക്തങ്ങളെയും അങ്ങ് സുഗന്ധ പൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സംസർഗം നമ്മെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
നമ്മുടെ രക്ഷയുടെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോടെ സമർപ്പിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന് നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മൾ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. നിത്യകാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എല്ലാവർക്കും നീശ പഠിപ്പിച്ച പ്രാർത്ഥനയായിട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രവർത്തിക്കുകയും സഭയിൽ അവിടുത്തെ സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവിശ്വയുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ ദൈവപുത്രന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. മിശിഹായുടെ തിരുശരീരം തിരുരക്തം കടങ്ങളുടെ പ്രതിക്കും നിത്യജീവനും കാരണമാകട്ടെ. ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്താൽ ശുദ്ധവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാകപ്പെട്ടാൽ നമുക്ക് എല്ലാവർക്കും ഇവിടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, തിരുവചനത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ദിവരഹസ്യങ്ങളെ നവജീവൻ പ്രാപിക്കുവാൻ പാപികളും ബലഹീനരുമായ ഞങ്ങളെ വിളിച്ചതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവ്വം പാലിച്ച് രക്ഷയുടെ അനുഭവം പങ്കുവെക്കുവാനും നിരന്തരം അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പാപികളെ വിളിക്കുന്നവനും അനുതാപികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അനന്തമായ കൃപയാൽ നീ ഞങ്ങളെ അർഹരാക്കി. നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ പ്രവേശിച്ച് നീതിമാന്മാരോടുകൂടെ സ്വർഗീയ ഓർസലേമിൽ നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പാപികളെ അനുതാപത്തിൻ പാതയിലേക്കു വിളിക്കാനായി പാരിൽ വന്നവനീശോയെ വാഴ്ത്തി നാടി നമിച്ചിടാ. തിരുവചനത്തിൻ പാതകളിൽ തീക്ഷ്ണതയോടെ ചരിച്ചിടാൻ സത്യ
സത്യവെളിച്ചം മിശിഹാതൻ ദീപ്തി നിതാന്തം ചൊരിയട്ടെ. പാവനരക്തശരീരങ്ങൾ കൈക്കൊണ്ടവരാം അഖിലർക്കും നിത്യവിരുന്നിൽ ചേർന്നിടാൻ നാഥൻ യോഗ്യതയേകട്ടെ. ജീവനേഴും തിരുസ്ലീവായാൽ നിങ്ങൾ മുദ്രിതരാകട്ടെ. സംരക്ഷിതരായി തീരട്ടെ. ഇപ്പോഴുമേ എപ്പോഴുമെന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ പരമേ സ്തുതി. നിന്നെ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ ബോധിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞങ്ങൾ വരുമോ ഇല്ലയോ എന്ന്